ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാബേജ് മസാല തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. ക്യാബേജിൻ്റെ കൂടെ ഗ്രീൻ പീസൊക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്യാബേജ് തോരൻ തയ്യാറാക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കാം. പിന്നെ 2-3 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നോക്കുമ്പോൾ 1 കപ്പ് അളവിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ടൊക്കെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ചുവന്നുള്ളിക്ക് പകരം വേണമെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം. പക്ഷേ ചുവന്നുള്ളി ചേർക്കുന്നത് തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ റോസ് സ്മെല്ല് മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാബേജിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നൈസായിട്ട് കുറച്ച് പൊടിയായിട്ടൊക്കെ അരിഞ്ഞെടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്തെടുത്തോളൂ. അപ്പോൾ ഈ ഒരു ചുവന്നുള്ളിയൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചിരവിയത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ തോരനും ടേസ്റ്റ് കൂടും, അത്ര തന്നെ. അപ്പോൾ തേങ്ങ കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ അങ്ങനെ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബേജ് കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ലോ ഫ്ലെയിമിലൊക്കെ വെച്ചുകൊണ്ട് നമുക്കൊന്ന് അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. വീണ്ടും അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ക്യാബേജൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ക്യാബേജൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടും. കൂടുതൽ സമയമൊന്നും എടുക്കില്ല. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഗ്രീൻ പീസ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയൊക്കെ ഗ്രീൻ പീസ് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്യാബേജിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഗ്രീൻ പീസിൻ്റെ അളവ് പറയുന്നത്. അപ്പോൾ കുറച്ച് കൂടുതലൊക്കെ ക്യാബേജ് എടുക്കുന്നതാണെങ്കിൽ ഗ്രീൻ പീസിൻ്റെ അളവും അതുപോലെ കുറച്ച് കൂടുതലൊക്കെ എടുക്കാം. ഗ്രീൻ പീസ് ചേർത്തിട്ട് കൂടുതൽ സമയമൊന്നും വേണ്ട. 1 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതിയാവും. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഗ്രീൻ പീസ് ചേർത്തിട്ടുള്ള ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് മസാല തോരൻ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്